So welcome back to our channel. So നമുക്കിനി നോക്കാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിലിനി നമുക്ക് പഠിക്കാനുള്ള തേർഡ് അൽഗോരിതമാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. സോ എന്താണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് നോക്കാം. ഇൻ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് there is a priority number assigned to each process. So priority scheduling each process എന്താണ് ഒരു respective priority number assign ചെയ്ത് കൊടുത്തിട്ടാണ്. In some systems the lower the number the higher the priority. ചില സിസ്റ്റത്തിൽ lower the number ആണെങ്കിൽ higher priority ആയിരിക്കും. While in others higher the number higher will be the. ചിലയിലാണെങ്കിൽ higher the number ആണെങ്കിൽ higher will be the priority ആയിരിക്കും. The process with the higher priority among the available process is given to the CPU. എന്തായാലും higher priority പ്രോസസ്സിൽ ഏതിനാണോ higher priority അതായിരിക്കും CPU-ന് അവൈലബിൾ ചെയ്യുന്ന പ്രോസസ്സ്. There are two types of priority scheduling in algorithm. നമുക്ക് മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് priority scheduling ആണുള്ളത്. One is preemptive priority scheduling while other is non-preemptive priority scheduling. The priority number assigned to each of the process may or may not vary. If the priority number does not change itself throughout the process, it is called static priority. ഇപ്പോൾ ആ തന്നിരിക്കുന്ന priority number ആ പ്രോസസ്സിന് ത്രൂഔട്ട് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ സ്റ്റാറ്റിക് പ്രയോറിറ്റി എന്നും, ഇഫ് ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ഇറ്റ്സെൽഫ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ആണെങ്കിൽ ഡൈനാമിക് പ്രയോറിറ്റി എന്നും പറയും. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് നോൺ പ്രിയംറ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് നോക്കാം. In non-preemptive priority scheduling, the process is scheduled according to the priority number assigned to them. ഇതിൽ non-preemptive priority scheduling ആയാലും തന്നിരിക്കുന്ന priority അനുസരിച്ചായിരിക്കും പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുന്നത്. Once the process gets scheduled, it will run till the completion. Completion time വരെ ആ പ്രോസസ്സ് എന്ത് ഷെഡ്യൂൾഡ് ആണെങ്കിൽ completion time വരെ പ്രോസസ്സ് റൺ ആവും. Generally, the lower priority number higher is the priority of the process. അപ്പോൾ നോൺ പ്രിയംറ്റീവിലാണെങ്കിൽ ലോവർ പ്രയോറിറ്റി നമ്പർ ആണെങ്കിൽ അതിനായിരിക്കും ഹൈ പ്രയോറിറ്റി കൊടുക്കുന്നത്. The people might get confused with the priority number. Hence in the gate they clearly mention that when one is the highest priority and the one is the lowest one. Okay, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ 4 പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റേതായ അറൈവൽ ടൈമും ബേഴ്സ്റ്റ് ടൈമും കൊടുത്തിട്ടുണ്ട്. പ്രയോറിറ്റി ഷെഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പ്രയോറിറ്റിയും കൂടി മെൻഷൻ ചെയ്യും. അതായത് പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി മെൻഷൻ ചെയ്യും. അതാണ് ഈ പി എന്ന് പറഞ്ഞ ടേബിളിൽ ഞാൻ പ്രയോറിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. പ്രോസസ്സിൻ്റെ തൊട്ടടുത്ത് ഒരു കോളവും കൂടി വരും. പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു കോളവും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ജാൻ ചാർട്ട് ചെയ്യുക. അപ്പോൾ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബേസ് ചെയ്തിരിക്കുന്ന നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്തതാണ്. സോ നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്ത് നമുക്ക് ജാൻ ചാർട്ട് നോക്കാം. ജാൻ ചാർട്ടിൽ നമുക്ക് ആദ്യം നോക്കേണ്ട അറൈവൽ ടൈം 0 വരുന്ന പ്രോസസ്സ് ഏതാണ്. അറൈവൽ ടൈം 0 വരുന്ന പ്രോസസ്സ് P1 ആണ്. സോ 0 to P1 നമുക്ക് അറൈവൽ ടൈം 0 തൊട്ട് ബേഴ്സ്റ്റ് ടൈം എത്രയാണ് 10. സോ നമുക്ക് ജാൻ ചാർട്ടിൽ ആദ്യം എൻ്റർ ആവുന്ന P1 ആയിരിക്കും 0 to 10. ഇനി നെക്സ്റ്റ് നോക്കേണ്ട പ്രയോറിറ്റിയാണ്. നമുക്കിപ്പോൾ P1 എൻ്റർ ചെയ്ത് കഴിഞ്ഞു. P1ൻ്റെ കാര്യം കഴിഞ്ഞു അല്ലേ, P1 കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എൻ്റർ ചെയ്യാനുള്ളത് പ്രയോറിറ്റി നോക്കുക. ഇതിൽ ഏറ്റവും ചെറിയ പ്രയോറിറ്റിക്കായിരിക്കും, ചെറിയ നമ്പറിനായിരിക്കും ഹൈ പ്രയോറിറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, P2 ആണ്. P2 ആണോ P3 ആണോ? P3 ആണ് ഏറ്റവും ചെറുത്. സോ P3 ആയിരിക്കും ഹയർ പ്രയോറിറ്റി. സോ നമുക്ക് ആദ്യം അടുത്ത് നെക്സ്റ്റ് ചെയ്തെഴുതും P3 എടുക്കും. P3 ഗ്യാൻ ചാർട്ടിൽ എൻ്റർ ആകുമ്പോൾ P3യുടെ ഇത് നോക്കിയ ബേഴ്സ്റ്റ് ടൈം എത്രയാണ് 2. ഇപ്പോൾ 10 + 2 12 ആയിരിക്കും അവിടുത്തെ അവസാന കംപ്ലീഷൻ വരുന്നത്. P2 അപ്പോൾ പോയി, P2 കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നോക്കിയേ, ഇനി പ്രയോറിറ്റി ആർക്കാണ്, P2 ആണോ P4 ആണോ? 1 ഉണ്ട് 3 ഉണ്ട്. ഞാൻ പറഞ്ഞു ലെസ് നമ്പർ ആയിരിക്കും ഹയർ പ്രയോറിറ്റി. അപ്പോൾ P2ൻ്റെ പ്രയോറിറ്റി എത്രയാണ് 1 ആണ്. അപ്പോൾ P2ൻ്റെ പ്രയോറിറ്റി 1 ആയതുകൊണ്ട് നമുക്ക് P2 ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. സോ P2 എൻ്റർ ആവും. P2ൻ്റെ ബേഴ്സ്റ്റ് ടൈം എത്രയാണ് 5. സോ 12 + 5 17 ആയിരിക്കും P2ൻ്റെ കംപ്ലീഷനിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റിൻ്റെ ലാസ്റ്റ് P4 ഉള്ളൂ. P4ൻ്റെ പ്രയോറിറ്റി 3 ആണ്. സോ P4 ആയിരിക്കും നെക്സ്റ്റ് എൻ്റർ ആവുന്നത്. P4ൻ്റെ ബേഴ്സ്റ്റ് ടൈം എത്രയാണ് 20. സോ 17 + 20 37 ആയിരിക്കും എൻ്റെ കംപ്ലീഷൻ ടൈം. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിൻ്റെ ഗ്യാൻ ചാർട്ട് വന്നിട്ട്. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കംപ്ലീഷൻ ടൈം എഴുതിക്കുക, CT എഴുതിക്കുക, ഗ്യാൻ ചാർട്ട് നോക്കി. P1 കംപ്ലീറ്റ് ആവുന്ന എത്രയാണ് 10. സോ CT എത്ര 10. P2 എത്രയാണ് 17 ആണ്. സോ P2 17. അതേപോലെ P3 എത്രയാണ് 12 ആണ്. P4 വന്നിട്ട് 37. ഓക്കെ, ഇനി ഇതിൻ്റെ ടേൺ അറൗണ്ട് ടൈം കണ്ടെത്തണം. ടേൺ അറൗണ്ട് ടൈം കണ്ടെത്തണം എങ്ങനെയാണ്, CT - 80, അത് 10 - 0 10.
17 minus 2 15, 12 minus 3 എത്രയാണ്? 12 minus 3 9, 37 minus 5 32. നമുക്ക് T80 കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ട WT, അതായത് വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ T80 മൈനസ് BT, അതായത് 10 minus 10 0, 15 minus 5 10, 9 minus 2 7, 32 minus 20 12. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ട റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഈ ജാൻ ചാർട്ടിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. സോ P1 സ്റ്റാർട്ട് ചെയ്യുന്ന 0, അറൈവൽ ടൈം എത്രയാണ്? 0. 0 minus 0, റെസ്പോൺസ് ടൈം 0. നെക്സ്റ്റ് നോക്കിയേ, റെസ്പോൺസ് ടൈം നെക്സ്റ്റ് വരുന്നത് P2ൻ്റെ റെസ്പോൺസ് ടൈം, അതായത് സ്റ്റാർട്ടിംഗ് ടൈം വന്നിട്ട് 12ഉം എൻഡിങ് ടൈം എത്രയാണ്? അതായത് അറൈവൽ ടൈം വന്നിട്ട് 12 minus 2 10. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ഇനി P3യുടെ സ്റ്റാർട്ടിംഗ് ടൈം 10 ആണ്. ഓക്കെ, P3യുടെ സ്റ്റാർട്ടിംഗ് ടൈം 10 ആണ്. അറൈവൽ ടൈം വന്നിട്ട് എത്രയാണ്? 3 ആണ്. സോ 10 minus 3 7 ആയിരിക്കും റെസ്പോൺസ് ടൈം. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി നോക്കിയേ, ഇനി P4ൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം 17 ആണ്. അറൈവൽ ടൈം എത്രയാണ്? 5. 17 minus 5 12. അപ്പോൾ നമ്മൾ റെസ്പോൺസ് ടൈം RT ഫിൽ ചെയ്തു. ഇനി നമുക്ക് കണ്ടെത്തേണ്ട ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആണ്. അതായത് ഈ ടേൺ അറൗണ്ട് ടൈം എല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. സോ 10 plus 15 25, 25 plus 9 34, 34 plus 32 60, 6 divided by 4 ചെയ്യണം. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആവറേജ് ടേൺ അറൗണ്ട് ടൈം. ആവറേജ് വെയിറ്റിംഗ് ടൈം നോക്കിയേ, 0 plus 10 10, 17 29 divided by 4. ഓക്കെ, സോ ഇതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് യൂസിങ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഓക്കെ.